Hello guys, welcome back to our YouTube channel. കെട്ടിയാൾക്ക് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഷാപ്പിലെ ഫുഡ് കഴിക്കണമെന്നും പറഞ്ഞു. അപ്പം അങ്ങനെ എന്തായാലും ആഗ്രഹം അങ്ങോട്ട് തീർത്തു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയത് തൃപ്പേക്കുളം ഷാപ്പിലേക്കാണ് കേട്ടോ. അടിപൊളി വൈബാണ് അവിടെ, എല്ലാവർക്കും പോകാനൊക്കെ പറ്റിയ, ഫാമിലിക്കൊക്കെ പോകാൻ പറ്റിയ നല്ല സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് ടൈം എടുക്കും കേട്ടോ, ഫുഡ് വരാനായിട്ടൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അവിടെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പാട്ടൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കേട്ട് ഒരു ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ കടന്ന് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തി കേട്ടോ. കപ്പയും കല്ലുമ്മക്കായും ആണ് ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത്. പിന്നെ മീൻകറി ഒന്ന്, പിന്നെ ഈ കാടമുട്ട, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ആദ്യമായിട്ട് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ഫുഡൊക്കെയാണ്. കൊച്ചിന് പിന്നെ അതിൽ നിന്ന് കഴിക്കാൻ പറ്റിയതാകെ കപ്പ മാത്രമാണ്, ബാക്കി എല്ലാത്തിനും നല്ല എരിവാണല്ലോ. ഷാപ്പിലെ ഫുഡിനെ കുറിച്ച് അറിയാമല്ലോ. കാടയുണ്ടോ? കാട ഇറച്ചി ഇല്ല സാർ. കൊക്കുണ്ടോ? കൊക്കിറച്ചി ഇല്ല സാർ. ഇവിടെ കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ കാടയും കൊക്കൊക്കെ. അങ്ങനെ പറഞ്ഞ പോലെ കാടിറച്ചിയും എത്തി. കാട ഫ്രൈ ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലായിരുന്നു. പിന്നെ കല്ലുമ്മക്കായും അടിപൊളിയായിരുന്നു. മീൻകറി കുഴപ്പമുണ്ടായില്ല. പിന്നെ ഞങ്ങൾ തലയാണ് ചോദിച്ചത്, മീൻ തല അതുണ്ടായിരുന്നില്ല അവിടെ. അപ്പം മീൻ കറിയാണ് ഓർഡർ ചെയ്തത്. കുഴപ്പമില്ല, അത്യാവശ്യം പോർഷനൊക്കെ ഉണ്ടായിരുന്നു, കഴിക്കാൻ പറ്റിയ അത്ര ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. സാധനങ്ങളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, അവിടുത്തെ ഫുഡൊക്കെ നല്ലായിരുന്നു. പിന്നെ ഇതുവരെ ഷാപ്പിൽ പോവാത്തവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അവിടുത്തെ ഫുഡിനെ കുറിച്ച് കേട്ടറിവ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് പെണ്ണുങ്ങൾക്കാണ് പ്രത്യേകിച്ച്. നമ്മയൊക്കെ പിന്നെ ഇടയ്ക്ക് പോയി കഴിക്കണതുകൊണ്ട് നമുക്കത് വലിയ പ്രത്യേകത ഒന്നും തോന്നിയില്ല. അപ്പോൾ അവരുടെ എക്സൈറ്റ്മെൻ്റ് ഒന്ന് തീർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കൊണ്ടുപോയതാണ്. അങ്ങനെ ആദ്യം ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടാ, അടിച്ച് കയറ്റി അവസാനിച്ച്. അപ്പോൾ അടുത്ത സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. പോർക്കും കക്കയും മീൻ മുട്ടയെന്ന് പറഞ്ഞത് കേട്ടോ. ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് ആ കുക്കിനോട് നീ ഒന്ന് പറയണേ. മൂക്ക് മുട്ട തിന്ന് കിടന്നുറങ്ങാൻ വന്നവരല്ല നമ്മൾ. ദാസ, നമ്മള് സൗകര്യം കിട്ടുമ്പോൾ തിന്നില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോൾ ഖേദിക്കും. ഇങ്ങനെ കഴിച്ചാൽ അതിന് മുമ്പ് തന്നെ ഖേദിക്കാം. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഒരു ഐസ്ക്രീമൊക്കെ ഉണഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇതോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.